ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെഫ് ഷിഹാബുദ്ദീൻ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു 1 പോട്ട് സോസേജിൻ്റെ റൈസാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓയിൽ, ചോപ്പ് ചെയ്ത ഒരു സവാള, ചോപ്പ് ചെയ്ത മാഗി ചിക്കൻ സ്റ്റോക്ക്, ഡൈസ് ചെയ്ത റെഡ് ക്യാപ്സിക്കം, സോൾട്ട്, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 2 കപ്പ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച റൈസാണത്. നമ്മുടെ റൈസ് ഉണ്ടാക്കാനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ, ഒരു 50 ml ഓയിൽ ചൂടായിട്ടുണ്ട്. ചൂടായ ഓയിലിലേക്ക് 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, സവാള, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുവന്ന ക്യാപ്സിക്കം, അപ്പോൾ ക്യാപ്സിക്കവും വഴന്നു വന്നിട്ടുണ്ട്. ക്യാപ്സിക്കത്തിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ്, അപ്പോൾ നമ്മുടെ സോസേജും ഏകദേശം ഫ്രൈ ഒക്കെ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് അതിന് ആവശ്യമുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. അതിൽ ഞാൻ 2 കപ്പ് റൈസാണ് എടുത്തത്. അതിലേക്ക് ഞാൻ 3 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. അതിലേക്ക് 1 മാഗിയുടെ ക്യൂബ്സ്, ഇനി ഒന്ന് അടച്ചു വെച്ച് വെള്ളം തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ റൈസിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചിക്കൻ സ്റ്റോക്ക് ഇട്ടു. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഉപ്പ് ഒന്ന് ആദ്യം നോക്കേണ്ടതുണ്ട്. ഏകദേശം ഒരു ഞുള്ളു ഉപ്പ് കൂടെ ഇടണം. ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന 2 കപ്പ് അരി, അത് അടച്ചു വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി റൈസിൻ്റെ വെള്ളം വറ്റുന്നിടം വരെ വേവിക്കാം. അപ്പോൾ നമ്മുടെ റൈസ് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ തീ മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കുക. നമുക്ക് റൈസ് അടച്ചു വെച്ച് ബാക്കി വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, ഇപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അത് ഒന്നുകൂടെ നല്ലപോലെ ഇളക്കി അടച്ചൊരു 10-15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഒരു 15 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഈ 15 മിനിറ്റ് അടച്ചു വെക്കുമ്പോഴത്തേക്ക് റൈസ് ബാക്കി കംപ്ലീറ്റ് വേവുകയും ചെയ്യും. നല്ല റൈസെല്ലാം ഓരോന്നോരോന്ന് വിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക്.
ഈ റൈസിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനല്. കൂടാതെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി.